ഇതാരാ നോക്കി? ആരാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള, വളരെ പരിചിതനായിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് അല്ലെ? തന്നെ സുൽത്താൻ എന്ന് സ്വയം വിശേഷിപ്പിച്ച, ബേപ്പൂർ സുൽത്താൻ എന്ന് മലയാളികൾ വളരെ സ്നേഹത്തോടെ വിളിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീറിനെ കൊണ്ട് പറയുകയാണെങ്കിൽ ഒരുപാട് പ്രത്യേകതകളുള്ള എഴുത്തുകാരൻ എന്നതിനപ്പുറം ഒരുപാട് ഇഷ്ടം തോന്നുന്ന ഒരു മനുഷ്യൻ കൂടിയാണ് വൈക്കം മുഹമ്മദ് ബഷീർ. നിങ്ങൾ ഇതുവരെ ആടിനെ അജസുന്ദരി എന്ന് വിളിച്ചിട്ടുണ്ടോ? അജസുന്ദരി എന്നായിരുന്നു ബഷീർ ആടിനെ വിളിച്ചത്. പാത്തുമ്മയുടെ ആടൊക്കെ നിങ്ങൾ വായിച്ചതാണല്ലേ? അതിലെ രസകരമായിട്ടുള്ള കഥകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. 100 രൂപ ബഷീറിന് കിട്ടിയാല് ബഷീർ എന്ത് ചെയ്യായിരുന്നു അറിയോ? 10 രൂപ ചില്ലറയാക്കിയിട്ട് ആടിന് തിന്നാൻ കൊടുക്കായിരുന്നു. എന്തൊരു മനുഷ്യനല്ലേ. അതേപോലെ അതില് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളൊക്കെ ആട് തിന്നുന്നുണ്ട്, എന്നിട്ടും അദ്ദേഹം വലിയ മൈൻഡ് ആക്കുന്നൊന്നുമില്ല അല്ലെ? അതേപോലെ അദ്ദേഹത്തിന്റെ അനിയന്റെ ട്രൗസർ വലിച്ച് കീറുന്നുണ്ട്. ആര്? കടിച്ചു കീറുന്നുണ്ട്. ആര്? നമ്മുടെ ആട്. അപ്പൊ അതൊക്കെ വളരെ രസകരമായിട്ടാണ് ബഷീർ തന്റെ എഴുത്തിലൂടെ അവതരിപ്പിച്ചിട്ടുള്ളത്. ബഷീറിന്റെ മൂത്ത സഹോദരിയായ പാത്തുമ്മയുടെ ആട് എന്ന് പറയുന്ന ആ ഒരു കൃതിയിലെ നോവലിലുടനീളം നമുക്ക് കാണാവുന്നതാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നും കൂടെയാണ് നമ്മുടെ പാത്തുമ്മയുടെ ആടിന് പറയാറുള്ളത്. ഇതുപോലെയാണ് ഒരു മൂക്ക് ഒരു ദിവസം നീണ്ടു വരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ മൂക്ക് ഒരു ദിവസം നീണ്ടു വന്നാലുള്ള അവസ്ഥ എന്താ? അങ്ങനെ നീണ്ടു വന്ന് വലിയൊരു മൂക്കായ ഒരാളുടെ കഥ വിശ്വവിഖ്യാതമായ ബുക്കിലൂടെയും ആര് പറഞ്ഞോ? നമ്മുടെ ബഷീർ അങ്ങോട്ട് പറയുകയുണ്ടായി. ആകാശമിട്ടായി എന്ന് കേട്ടിട്ടുണ്ടോ? നിങ്ങളുടെ എന്റെയും പേര് എല്ലാവർക്കും എളുപ്പം വിളിക്കാൻ പറ്റുന്ന ചില പേരുകളാണ്, എല്ലാവരും കേട്ട പേരുകളായിരിക്കും അല്ലെ? എന്നാൽ ആകാശമിട്ടായി എന്ന് ഒരു കുട്ടിക്ക് ഇടാൻ വെച്ച പേരാണ്. പ്രേമലേഖനം എന്ന കഥയിലെ കേശവൻ നായരും സാറാമ്മയും കഥാപാത്രമായിട്ടുള്ള ആ ഒരു കഥയിലെ 2 കഥാപാത്രങ്ങളാണ് അവർക്ക് ഉണ്ടാവുന്ന കുട്ടിക്ക് ആകാശമിട്ടായി എന്നുള്ള പേര് വിളിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്തരം കുഞ്ഞു രസകരമായ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ ബഷീറിയൻ സ്റ്റൈലി എന്ന് വേണമെങ്കിൽ പറയാം